ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ISLലെ സോ ഫാർ പെർഫോമൻസ് വെച്ചിട്ട് എമർജിങ് പ്ലേയേഴ്സ് ആകാൻ നമുക്ക് ഏറ്റവും ഒരു കാൻഡിഡേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന താരങ്ങളെ പറ്റിയാണ്. അതിൽ 5 നെയിംസ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. 5 നെയിംസ് ഇതിൽ നിന്ന് പിക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരുപാട് നല്ല യങ് ടാലൻസ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പറയാവുന്നവരുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ 23 വയസ്സിൽ താഴെയുള്ള താരങ്ങളെയാണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ സീസണിൽ പെർഫോമൻസ് നടത്തിയവരെ ആണ് ഏറ്റവും പ്രധാനം. ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയവർ തന്നെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള 5 പിക്സ് ആണെന്നുള്ളത് ആദ്യമേ പറയുന്നുണ്ട്. സോ പറഞ്ഞല്ലോ, വേറെ കുറേ നെയിംസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം നിങ്ങളുടേതായിട്ടുള്ള ഒരു 5 എമർജിങ് പ്ലേയേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ഇടുക എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു നെയിം അഭിഷേക് സിംഗ് ആണ്. പഞ്ചാബ് FC വിങ് ബാക്ക് ആയിട്ട് കളിക്കുന്ന താരം. അദ്ദേഹം ഒരു റൈറ്റ് ബാക്ക് ആണ്. പക്ഷേ ഈ ഒരു സീസണിൽ ലെഫ്റ്റ് ബാക്കിൽ ചില പ്രശ്നങ്ങൾ പഞ്ചാബ് FC ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് ബാക്കിലാണ് കളിക്കുന്നത്. ഏതാണ്ട് എല്ലാ മാച്ചും അദ്ദേഹം കളിച്ചു. അതുകൊണ്ട് ഏതാണ്ട് എല്ലാ മിനിറ്റും 90 മിനിറ്റ്സും കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. ഇത്രയും ഒരു ടീനേജർ ആയിട്ടുള്ള പ്ലെയറാണ് പഞ്ചാബിൻ്റെ ഒരു ക്രൂഷ്യൽ റോൾ വഹിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കോച്ച് നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നൊരു പ്ലെയറാണ്. ലാസ്റ്റ് സീസണിലും കുറച്ച് മാച്ചസ് കളിച്ചു. പക്ഷേ ഈ സീസണിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അത്യുഗ്രം പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചത്. ടെക്നിക്കലി നല്ലൊരു സൗണ്ട് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. നിയർ ഫ്യൂച്ചർ എന്താണെങ്കിലും നമ്മുടെ നാഷണൽ ടീം ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കുന്ന താരം തന്നെയാണ് അഭിഷേക് സിംഗ്. അടുത്ത താരം ഗോവയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ഹൃത്തിക് തിവാരിയാണ്. ഹൃത്തിക് ഈ സീസണിൽ ആണെന്ന് എമേർജ് ചെയ്ത് വന്നത്. കാരണം അദ്ദേഹം കളിക്കും അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഇല്ലായിരുന്നു. കാരണം കട്ടിമണി എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ മനോലയ്ക്ക് സുപരിചിതനായിട്ടുള്ള ഒരു ഗോൾ കീപ്പറുണ്ട്. പിന്നെ ലാറ ഷമയെ പോലത്തെ പേരുണ്ടായിരുന്നു. കട്ടിമണി അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിലാണ് ഹൃത്തിക് തിവാരി കയറി വരുന്നതും. 6 മത്സരങ്ങൾ ഇതിനോടകം കളിച്ചു. 3 ക്ലീൻ ഷീറ്റ് അതിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചു. 6 മത്സരങ്ങളിൽ നിന്ന് 16 സേവ് എന്ന് പറയുന്നൊരു ഗുഡ് നമ്പറും ഉണ്ട്. മനോല ആണെങ്കിലും നല്ല രീതിയിലൊരു അഭിപ്രായം പറയുന്ന ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടറിയാം. നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് സോഫാർ ഗോവയ്ക്ക് വേണ്ടി ഹൃത്തിക് തിവാരി നടത്തുന്നത്. അടുത്ത താരം നഥാൻ റോഡ്രിഗസ് ആണ്. 22 വയസ്സുകാരനായിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള താരമാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു മുമ്പ് സെൻട്രൽ ബാക്ക് അങ്ങനത്തെ റോള് കളിച്ചിരുന്നു. ആകാശ് മിശ്രയുടെ ഒരു അഭാവത്തിലാണ് അദ്ദേഹത്തിന് ആ ലെഫ്റ്റ് ബാക്ക് റോളിൽ മുംബൈ സിറ്റി അവസരം കൊടുക്കുന്നത്. സോ ഈ സീസണിൽ നല്ല പെർഫോമൻസ് ഒഫൻസീവ്ലി ആണെങ്കിലും ഡിഫെൻസീവ്ലി ആണെങ്കിലും അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഗോൾ സ്കോർ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. കാരണം ഇതിനോടകം തന്നെ 2 ഗോൾസും സ്കോർ ചെയ്തിട്ടുണ്ട്. ടീമിൻ്റെ ഒരു പ്രധാനപ്പെട്ട താരമായിട്ട് ഇതിനോടകം തന്നെ നഥാൻ റോഡ്രിഗസിന് മാറാൻ സാധിച്ചു. പറഞ്ഞ പോലെ നല്ല ടാലൻറ്റഡ് ഉള്ള നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയൊക്കെ ഉള്ള പ്ലെയർ തന്നെയാണ് നഥാൻ റോഡ്രിഗസ്. അടുത്ത താരം കോറു സിംഗ് ആണ്. കോറു സിംഗിനെ പറ്റി പറയുമ്പോൾ അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ്ങറായിട്ടുള്ള താരമാണ്. മുമ്പ് അണ്ടർ 17 ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഇന്ത്യയുടെ. അതുപോലെ അണ്ടർ 20 ടീമിന് വേണ്ടി കളിച്ചിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് KBFCയിൽ ജോയിൻ ചെയ്യുന്നത്. എന്നാലും ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 4 മത്സരങ്ങളിൽ KBFCക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിൽ 3 അസിസ്റ്റ്, ആ 4 മത്സരങ്ങളിൽ നിന്ന് 3 അസിസ്റ്റ് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ ഒരു മത്സരത്തിൽ ഒഴിച്ചൊക്കെ അദ്ദേഹത്തിന് അസിസ്റ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മികച്ച പെർഫോമൻസ് ആണ് ഈ ഒരു ടീനേജർ താരത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. 17ാമത്തെ വയസ്സിൽ ഡെബ്യൂട്ട് ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന് 18 വയസ്സ് ആയിട്ടുണ്ട്. എന്നാണെങ്കിലും സോഫാർ ഇതേപോലത്തെ ഒരു പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ ഈ ഒരു എമർജിങ് പ്ലെയർ കാൻഡിഡേറ്റ്സിൽ ഏറ്റവും നമുക്ക് സാധ്യത കൽപ്പിക്കുന്ന താരം തന്നെയാണ് കോറു സിംഗ്. അടുത്ത താരം PV വിഷ്ണു ആണ്. ഈസ്റ്റ് ബംഗാളിൻ്റെ 23-year-old വിങ്ങറായിട്ടുള്ള താരമാണ്. ഇദ്ദേഹം മലയാളിയാണ്. ഈസ്റ്റ് ബംഗാളിൽ ആ സീസണിൽ കുറച്ച് മത്സരങ്ങൾ കളിച്ച് ചില ഗ്ലിംസസ് നമ്മൾ കണ്ടതാണ്. ഈ സീസണിൽ സോഫാർ ഒരു സൂപ്പർ പെർഫോമൻസ് ആണ് നടത്തുന്നത്. ഇതേവരെ അദ്ദേഹം 3 ഗോൾ ഒരു അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിങ് എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ സ്കിൽസ്, ക്രിയേറ്റിവിറ്റി ഇതൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. വളരെ ഒരു ഇന്ത്യയുടെ ഒരു ഭാവി താരം എന്ന നിലയിൽ തന്നെ നമുക്ക് ആ ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു പ്ലെയറായിട്ട് തോന്നുന്നു. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ അണ്ടർ 23-ൽ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് കൊണ്ട് അദ്ദേഹത്തിന് കയറാൻ സാധിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഉടനെ തന്നെ നാഷണൽ ടീം ആ ഒരു സെറ്റപ്പിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തവണത്തെ എമർജിങ് പ്ലെയർ ആ ഒരു ലെവലിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് PV വിഷ്ണു. ഇനി നമുക്ക് ഈ ലിസ്റ്റിൽ ഒരുപാട് പേരുടെ പേര് പറയാനായിട്ട് സാധിക്കും. ഇപ്പം സനാൻ്റെ ആണെങ്കിലും റിക്കി ഷബോങ്ങിൻ്റെ ആണെങ്കിലും വിനീത് വെങ്കടേഷ്, അതുപോലെ ഇസാക്ക്, മക്കാർത്തൻ, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സീസണിൽ അണ്ടർ 23 കാറ്റഗറിയിൽ നമുക്ക് പറയാവുന്ന ഒരു മികച്ച പെർഫോമൻസ് നടത്തുന്നുണ്ട്. ഇനിയും വേണമെങ്കിൽ കയറി വരാൻ പറ്റുന്ന താരങ്ങളുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞൊരു ഫസ്റ്റ് ഫേസിൽ എനിക്ക് തോന്നുന്നില്ല വിക്രം പ്രതാപ് അത്ര ഒരു പെർഫോമൻസ് ആയിരുന്നു എന്നുള്ള ലാസ്റ്റ് സീസണിൽ. പക്ഷേ സെക്കൻഡ് ഫേസിൽ അദ്ദേഹം ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് നടത്തിയാണ് ആ പറഞ്ഞ എമർജിങ് പ്ലെയർ പുരസ്കാരമൊക്കെ സ്വന്തമാക്കുന്നത്. അപ്പം ഇനിയും ഈ ലിസ്റ്റിൽ പോലും നമുക്ക് പറയാൻ പറ്റാത്ത താരങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു എമർജിങ് പ്ലെയർ കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണ് എന്നുള്ളത് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ സൈനിങ് ഓഫ്.